ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നു അത്. കുറേ കാര്യങ്ങൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളത് കുറച്ചും കൂടെ ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് സ്ലോ ആയിട്ട് നമ്മൾ പറയാനായിട്ട് പോവാണ്. അതായത് ഓരോ കമൻസും അതിൻ്റെ സിൻടാക്സോട് കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാനായിട്ട് പോവാണ് ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ SQL കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് SQL കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് SQL കമൻസ് അല്ലേ. നമ്മളതിന് SQL ക്വറി എന്ന് നമ്മൾ പറയും. അതായത് ഡാറ്റാബേസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ഈ കമൻസ് ആണ്. നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയില്ല, നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതേപോലെ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള SQL കമൻസ് യൂസ് ചെയ്തിട്ടാണ്. ഈ കമൻസിൻ്റെ ബേസിൽ കുറച്ച് ലാംഗ്വേജസ് ആയിട്ട് SQLനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ആണ് SQLൻ്റെ അണ്ടറിൽ വരിക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. DDL, DML, DCL അല്ലേ. പക്ഷേ നിങ്ങളുടെ സിലബസിൽ കുറച്ചും കൂടെ പിന്നീട് വന്ന ബാക്കി 2 ലാംഗ്വേജസ് കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ടോട്ടൽ 5 ലാംഗ്വേജസ് ആണ് SQLൻ്റെ അണ്ടറിൽ വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ DDL, DML, DCL, TCL ആൻഡ് DQL. ഓരോന്നും ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമാക്കി പറഞ്ഞുതരാം. അതിൽ ഓൾറെഡി 3 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. പക്ഷെ ഒന്നുകൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഒരു സിൻടാക്സും സെമാൻറ്റിക്സോടും കൂടെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു 5 ലാംഗ്വേജ് കൂടിയതാണ് ആക്ച്വലി SQL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ SQL കമൻസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ ആയിരിക്കും? ഈ 5ൽപ്പെട്ട ഏതെങ്കിലും കമൻസ് ആയിട്ട് 5 ലാംഗ്വേജിലും വരുന്ന കമൻസിൻ്റെ ഒരു കൂട്ടം തന്നെയാണ് ആക്ച്വലി SQL കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് ടോട്ടൽ നമ്മൾ യൂസ് ചെയ്യുന്ന 5 ലാംഗ്വേജിലായിട്ടും യൂസ് ചെയ്യുന്ന SQL കമൻസ്. ഓക്കെ. അപ്പോൾ ഈ SQL കമൻസ് ഇതിലോട്ട് നമുക്ക് ഈ കമൻസ് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു പിക്ചറിലോട്ട് വരാം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോണത് DDL കമൻസ് ആണ്. അതായത് DDL എന്ന് പറയുമ്പോൾ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ടേബുലർ സ്ട്രക്ചറിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് DDL കമൻസ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റയ്ക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. എന്തിനാണ്? അതിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ലാംഗ്വേജ് ആണ് DDL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ DDLൽ വരുന്ന കമൻസ് ആണ് 4. ഒന്ന് ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, അതേപോലെ തന്നെ ട്രൺകേറ്റ്. ഇതിൽ ട്രൺകേറ്റ് നമ്മൾ വളരെ റെയറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ബാക്കി 3 നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കമൻസ്. അങ്ങനെ ടോട്ടൽ 4 കമൻസ് ആണ് നമ്മൾ DDLൻ്റെ അണ്ടറിൽ വരുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തെ കമൻറ്റാണ് ക്രിയേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ക്രിയേറ്റ് എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസിൽ ഒരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു DDL കമൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു കമൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക? അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ക്രിയേറ്റ് സ്പേസ് ടേബിൾ സ്പേസ് ടേബിൾ നെയിം ബ്രാക്കറ്റിൽ കോളം നെയിം സ്പേസ് ആ കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ് കോമ കോളം നെയിം 2 ഡാറ്റ ടൈപ്പ് കോമ കോളം നെയിം 3 ഡാറ്റ ടൈപ്പ് എക്സെട്ര. അങ്ങനെ എത്ര കോളംസ് വേണോ അത്രയും കോളം നെയിം ഡാറ്റ ടൈപ്പ് അതങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതാണ് ഒരു ടേബിളിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ബേസിക് ആയിട്ടുള്ള സിൻടാക്സ്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈ ഒരു സിൻടാക്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൊരു എക്സാമ്പിളാണ് ക്രിയേറ്റ് ടേബിൾ. എന്താണ് ടേബിളിൻ്റെ പേരെന്താണ്? ടേബിൾ നെയിമാണ് 3 കൊടുക്കേണ്ടത് അല്ലേ. എംപ്ലോയി എന്നാണ് ഇവിടെ ടേബിൾ നെയിം കൊടുത്തിട്ടുള്ളത്. ബ്രാക്കറ്റിൽ കോളം നെയിമാണ് ഫസ്റ്റത്തെ കോളം നെയിമായിട്ട് വരേണ്ടത്. അതിൻ്റെ ഡാറ്റ ടൈപ്പാണ് varchar 2 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരുപാട് ഡാറ്റ ടൈപ്പുകൾ ഇതിലുണ്ട്. ഡാറ്റ ടൈപ്പ് നമ്മൾ പറയാനായിട്ട് പോകുന്നേ ഉള്ളൂ. എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ സാധാരണ ഒക്കെ പഠിക്കുമ്പോൾ ഇൻറ്റ്, കാറ്, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡാറ്റ ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ അതേ ഡാറ്റ ടൈപ്പുകൾ തന്നെ ഇതിലും വരുന്നുണ്ട്. ചിലതിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതായത് കാറ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഇവിടെ ഉണ്ട്, ക്യാരക്ടർ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ. അതായത് ചെറിയ വാല്യൂസിനെ മാത്രമേ ക്യാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യുള്ളൂ. varchar എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉണ്ട്. varchar എന്ന് വെച്ചാൽ വേരിയബിൾ ക്യാരക്ടർ. അതിൽ നമുക്ക് കുറച്ചും കൂടി ലെങ്തി ക്യാരക്ടേഴ്സ്, അതായത് വലിയ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ varcharലാണ് കൊടുക്കുക. അതേപോലെ തന്നെ ഇൻറ്റ് നമുക്കറിയാലോ നമ്പർ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനാണ്. ഫ്ലോട്ട് പ്രിസിഷൻ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനാണ്. അതൊക്കെ അതേപോലെ തന്നെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ varchar മാത്രം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാത്തതുള്ളൂ. varchar വെറുതെ കൊടുത്താൽ പോരാ, varcharൻ്റെ ഉള്ളിൽ എത്ര സൈസാണ് നമുക്ക് വേണ്ടത് ആ സൈസ് കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നെയിം എന്ന് പറയുന്ന ഫീൽഡ് എന്ത് ഡാറ്റ ടൈപ്പാണുള്ളത്? varchar ഡാറ്റ ടൈപ്പാണ്. ഇമെയിൽ ഉണ്ട്, അതും varchar ആണ്. സൈസ് 100 ആയിട്ടുള്ളതാണ്. അതിൻ്റെ കുറച്ച് കൂടുതൽ സൈസാണ് ഇമെയിൽ. അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് DOB. അത് ഡേറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്.
ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇത്ര ഡാറ്റ ടൈപ്പ് ഡിസ്കസ് ചെയ്തു. 2 ഡാറ്റ ടൈപ്പ് അല്ലേ. ഒന്ന് വേരിയബിൾ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഡേറ്റ് എന്ന് പറയുന്ന വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ക്രിയേറ്റ് ടേബിൾ നെയിം കൊടുക്കുക, ബ്രാക്കറ്റിൽ കോളം നെയിം കൊടുക്കുക, തൊട്ടടുത്ത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൊടുക്കുക. ഡാറ്റ ടൈപ്പ് സൈസ് കൊടുക്കേണ്ട ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ സൈസ് മസ്റ്റായിട്ട് കൊടുക്കണം. ഇപ്പോൾ ഡേറ്റ്, ഇൻറ്റ് അതിനൊന്നും സൈസ് കൊടുക്കണ്ട. പക്ഷേ വാർക്കാർ, ക്യാർ അതിനൊക്കെ ബ്രാക്കറ്റിൽ നമ്മൾ മസ്റ്റായിട്ട് സൈസ് കൊടുക്കണം. ഇനി രണ്ടാമത്തെ കമൻറ്റാണ് DDLൽ വരുന്ന ഡ്രോപ്പ് എന്ന് പറയുന്ന കമൻറ്റ്. ഈ ഡ്രോപ്പ് എന്ന് പറയുന്ന കമൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് ആ ക്രിയേറ്റ് ചെയ്ത ടേബിളിനെ ഡാറ്റാബേസിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ, റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഡ്രോപ്പ് സ്പേസ് ടേബിൾ നെയിം, ഡ്രോപ്പ് ടേബിൾ നെയിം, അതാണ് അതിൻ്റെ സിൻടാക്സ്. ഓക്കെ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എംപ്ലോയി എന്ന് പറയുന്ന ടേബിൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ഡ്രോപ്പ് ടേബിൾ എംപ്ലോയി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഡാറ്റാബേസിൽ നിന്നും ഡിലീറ്റ് ആയിട്ട് പോകും. ഇതാണ് ഡ്രോപ്പ് എന്ന് പറയുന്ന കമൻറ്റ്. അടുത്ത കമൻറ്റാണ് ഓൾട്ടർ എന്ന് പറയുന്ന കമൻറ്റ്. ഓൾട്ടർ യൂസ് ചെയ്യുന്നത്, ഓൾറെഡി നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ആ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടേബിളിനെ ഓൾട്ടർ ചെയ്യുക. അതായത് പുതിയൊരു ഫീൽഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു കോളം നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിന് മാറ്റം വരുത്തൂലേ, അതിനാണ് ഓൾട്ടർ എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓൾട്ടറിനും അതിന് പെർട്ടിക്കുലർ സിൻടാക്സ് ഉണ്ട്. ഇങ്ങനെയാണ്: ഓൾട്ടർ ടേബിൾ, അത് കഴിഞ്ഞ ശേഷം ടേബിൾ നെയിം കൊടുക്കുക, ആഡ് കോളം നെയിം, ദെൻ ഡാറ്റ ടൈപ്പ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു പുതിയ ഒരു കോളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഓൾട്ടർ ടേബിൾ നെയിം, റിമൂവ് കോളം നെയിം, ഡാറ്റ ടൈപ്പ്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു സിൻടാക്സ് പ്രകാരം ആഡ് ചെയ്തതാണ്. ഇതേപോലെ തന്നെ നമുക്ക് റിമൂവും ചെയ്യാം. ഇതാണ് ഓൾട്ടർ എന്ന് പറയുന്ന കമൻറ്റ്. ഓക്കെ. അടുത്തത് ട്രൺകേറ്റ് എന്ന് പറയുന്ന കമൻറ്റാണ്. ഈ ട്രൺകേറ്റ് എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ടേബിളിനെ മുഴുവനായിട്ടും ഡിലീറ്റ് ചെയ്യാനല്ല, ടേബിളിലുള്ള എല്ലാ റോസും ഡിലീറ്റ് ചെയ്യുക. ടേബിൾ അതേപോലെ തന്നെ അവിടെ കെടുക്കണം. പക്ഷേ അതിൽ ഒരു റോയിലും വാല്യൂസ് ഉണ്ടാവില്ല. റോ ഫുള്ള് കളയണം. ടേബിൾ അതേപോലെ അവിടെ കെടുക്കണം. റോസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ട്രൺകേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ട്രൺകേറ്റ് ടേബിൾ നെയിം. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് എല്ലാ ഫീൽഡും എല്ലാ റോസും കളയണമെന്നുണ്ടെങ്കിൽ ട്രൺകേറ്റ് ടേബിൾ എംപ്ലോയി എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ ഓൾട്ടർ പറഞ്ഞു അല്ലേ. അപ്പോൾ ഓൾട്ടറിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓൾട്ടർ ടേബിൾ നെയിം എന്താണ്? STU ഡീറ്റെയിൽസ്, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. അത് നിങ്ങൾക്ക് ടേബിളിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ പേരായാൽ മതി കേട്ടോ. ആ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടേബിളിലാണല്ലോ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത്. ഓൾട്ടർ ടേബിൾ നെയിം ആണ് STU ഡീറ്റെയിൽസ്, ആഡ് അഡ്രസ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് വാർക്കാർ കൊടുത്തു. അപ്പോൾ ആ ഒരു ടേബിൾ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടേബിളിൽ പുതിയ ഒരു അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് കൂടെ ആഡ് ആയിട്ടുണ്ടായിരിക്കും. അതായത് ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് മോഡിഫൈ നെയിം വാർക്കാർ 2. അതായത് ഓൾറെഡി ഇതിൽ ചിലപ്പോൾ എംപ്ലോയി നെയിം അങ്ങനെ എന്തെങ്കിലുമായിരിക്കും, അത് മോഡിഫൈ ചെയ്തിട്ട് എന്താക്കി, നെയിം എന്നാക്കി ആ കോളം നെയിം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഓൾട്ടറിൻ്റെ രണ്ട് എക്സാമ്പിൾസ്. അപ്പോൾ ഒന്നാമത്തെ ലാംഗ്വേജിൽ നമ്മൾ പറഞ്ഞ DDLലുള്ള 4 കമൻറ്റും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് ക്രിയേറ്റ്, അതേപോലെ തന്നെ ഡ്രോപ്പ്, അതേപോലെ ഓൾട്ടർ ആൻഡ് ട്രൺകേറ്റ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, അതായത് DML എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ DML എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ടേബിളിൻ്റെ സ്ട്രക്ചറിനൊന്നും അല്ല ഇമ്പോർട്ടൻസ്, നമ്മൾ ആ ടേബിളിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ. ഇവിടെ നമ്മൾ എന്താ പറയുക, ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ അതിൽ കൊടുത്ത ഡാറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമൻസ് ആണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിലുള്ളത്. 3 കമൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഓരോന്ന് നോക്കാം. ഇൻസേർട്ട് എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്യുന്നത് ടേബിളിലോട്ട് പുതിയ ഒരു റോയിൽ റോസ് വെറുതെ ഇങ്ങനെ കിടന്നാൽ പോരല്ലോ, വാല്യൂസ് കൊടുക്കണ്ടേ. ആ വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഇൻസേർട്ട് നമുക്ക് വെറുതെ ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് സിൻടാക്സ് ഉണ്ട്. 2 തരത്തിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, 2 സിൻടാക്സ് ഉണ്ട് കേട്ടോ. ഒന്നാമത് ഇങ്ങനെയാണ്: ഇൻസേർട്ട് ഇൻടു കഴിഞ്ഞിട്ട് നമ്മുടെ ടേബിളിൻ്റെ പേരെന്താണോ അത് കൊടുക്കുക. ബ്രാക്കറ്റിൽ ആ ടേബിളിലുള്ള എന്താ പറയുക ഹെഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ അത് ഫുള്ള് കൊടുക്കുക. ഇപ്പോൾ കോളം 1, കോളം 2, കോളം 3 അത് മുഴുവൻ കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം വാല്യൂസ് എന്നെഴുതുക.
എന്നിട്ട് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കോമിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കോളം 1 നെയിം ആണെങ്കിൽ ഇവിടെ വാല്യൂ 1 എന്തായിരിക്കണം, ഒരു നെയിം ആയിരിക്കണം കൊടുക്കേണ്ടത്. കോളം 2 അഡ്രസ്സ് ആണെങ്കിൽ ഇവിടെ വാല്യൂ 2 എന്തായിരിക്കണം, അഡ്രസ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. കോളം 3 എന്താ പറയുക പ്ലേസ് ആണെങ്കിൽ വാല്യൂ 3 എന്തായിരിക്കണം, പ്ലേസ് ആയിരിക്കണം കൊടുക്കണം. അപ്പോൾ ആ ഒരു ഹെഡിങ്സ് കൊടുത്ത അതേ ഓർഡറിൽ തന്നെ വാല്യൂസും കൊടുക്കണം. ഇതാണ് ഒരു തരത്തിൽ നമുക്ക് ഡാറ്റാസിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന സിൻടാക്സ്. രണ്ടാമത് ഇങ്ങനെയാണ്, ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കുക. അവിടെ കോളം നെയിം ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട, കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോളംസ് നെയിം കൊടുത്തിട്ടുണ്ടല്ലോ. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ആ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത അതേ ഓർഡറിൽ നമ്മൾ വാല്യൂസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇൻസേർട്ടിൻ്റെ സിൻടാക്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ഇൻസേർട്ട് ഇൻ ടു ജാവ ടി പോയിൻ്റ് എന്നാണ് ടേബിളിൻ്റെ പേര്. എന്നിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഓതർ കോമ സബ്ജക്റ്റ്, അതാണ് ഹെഡിങ്സ്. ഇതിപ്പോൾ ഫസ്റ്റത്തെ സിൻടാക്സ് പ്രകാരമാണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഓതർ കോമ സബ്ജക്റ്റ്, അതാണ് കോളം നെയിംസ്. വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് സോ നോ, അതാണ് ഓതറിൻ്റെ പേര്. DBMS ആണ് സബ്ജക്റ്റ്. കണ്ടില്ലേ? അപ്പോൾ സോനോ എന്നുള്ള ഓതറിൻ്റെ താഴെ പോയിക്കും, DBMS എന്നുള്ള സബ്ജക്റ്റിൻ്റെ താഴെ പോയി നിൽക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. രണ്ടാമത്തെ DMLലുള്ള കമൻറ്റാണ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമൻറ്റ്. അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഇൻസേർട്ട് ചെയ്ത വാല്യൂസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തെറ്റ് പറ്റിയെന്ന് വിചാരിക്കുക, അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്ഡേറ്റിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. അപ്ഡേറ്റ് ടേബിൾ നെയിം കൊടുക്കുക, സെറ്റ്, ദെൻ ഏത് കോളാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ആ കോളം നെയിം ഈക്വൽ ടു നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എന്താണോ ആ വാല്യൂ കൊടുക്കുക. ഓക്കെ, ദെൻ വേർ കണ്ടീഷൻ, എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനാണ് വേർ ക്ലോസ് കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്ഡേറ്റ് ടേബിൾ നെയിം എന്താണ്, സ്റ്റുഡൻസ് എന്നാണ്. സെറ്റ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. യൂസർ നെയിം എന്ന് പറയുന്ന കോളത്തിലാണ് നമ്മൾ വാല്യൂ റീസെറ്റ് ചെയ്യുന്നത്. യൂസർ നെയിം ഈക്വൽ ടു സോനോ എന്ന് നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കണം. വേർ കണ്ടീഷൻ എന്താണ്, ആ ഒരു ടേബിളിൽ സ്റ്റുഡൻറ്റ് ID ഈക്വൽ ടു 3, സ്റ്റുഡൻറ്റ് ID 3 ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളിലെ യൂസർ നെയിം എന്തായിട്ട് നമ്മൾ മാറ്റി സെറ്റ് ചെയ്തു, സോനോ എന്ന് സെറ്റ് ചെയ്തു. ചിലപ്പോൾ വേറെ എന്തെങ്കിലും നവാദേന്ന് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഓതറിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എന്താക്കിയിട്ട് റീസെറ്റ് ചെയ്തു, സോനോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തു. ആ റീസെറ്റ് ചെയ്ത ആ സ്റ്റുഡൻറ്റിൻ്റെ ID എത്രയാണ്, 3 ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളിൽ ID നമ്പർ 3 ആയിട്ടുള്ള കുട്ടിയുടെ യൂസർ നെയിം നമ്മൾ എന്താക്കി സെറ്റ് ചെയ്തു, സോനോ എന്നാക്കി സെറ്റ് ചെയ്തു. ചിലപ്പോൾ യൂസർ നെയിം വേറെ എന്തെങ്കിലും ആയിരിക്കാം, സിസ്റ്റമെന്നോ മറ്റോ ആയിരിക്കാം നിങ്ങൾ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എന്താക്കി അപ്ഡേറ്റ് ചെയ്തു, സോനോ ആക്കി അപ്ഡേറ്റ് ചെയ്തു. അടുത്ത കമൻറ്റാണ് ഡിലീറ്റ് എന്ന് പറയുന്ന കമൻറ്റ്. ഈ ഡിലീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടേബിളിലുള്ള ഒരു റോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിലീറ്റ് എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് ഇങ്ങനെയാണ്. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം കൊടുക്കുക, വേർ കണ്ടീഷൻ, ആ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് ആ കണ്ടീഷൻ പ്രകാരമുള്ള റോ അതിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുന്നു എന്നാണ് മീനിങ്. എക്സാമ്പിൾ ഇതാ, ഡിലീറ്റ് ഫ്രം ജാവ ടി പോയിൻ്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യുന്നത്. വേർ ഓതർ ഈക്വൽ ടു സോനോ, ഓതറിൻ്റെ പേര് സോനോ ആയിട്ടുള്ള ആ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആ ടേബിളിൽ നിന്നും ജാവ ടി പോയിൻ്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നും ഡിലീറ്റ് ആയിട്ട് പോകും. അതാണ് ഡിലീറ്റ്. അപ്പോൾ ഇത്രയും കമൻസ് ആണ് ഏതിൽ വരുന്നത്, DMLൽ വരുന്നത്. മൂന്നാമത്തെ കമൻറ്റ് ലാംഗ്വേജ് ആണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്, അതായത് DCL എന്ന് പറയുന്ന ലാംഗ്വേജ്. ഞാൻ പറഞ്ഞു ഇതെന്ന് പറയുന്നത് ടേബിളിനോ ഡാറ്റയ്ക്കോ അല്ല ഇമ്പോർട്ടൻസ്, കുറച്ചും കൂടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ടേബിൾ ഉപയോഗിക്കണം അങ്ങനെയുള്ള സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഡാറ്റനെ കൺട്രോൾ ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. 2 കമൻസ് ആണ് അതിൽ വരുന്നത്, ഒന്ന് ഗ്രാൻറ്റും ഒന്ന് റീവോക്കും. ഗ്രാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുക, നമ്മൾ ഒരാൾക്ക് പെർമിഷൻ കൊടുക്കുക. ഞാനിപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള ശരത് കുമാറിന് ഞാൻ പെർമിഷൻ കൊടുക്കുകയാണ്, ഞാൻ ക്രിയേറ്റ് ചെയ്ത ടേബിൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗ്രാൻഡ് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവൻ എന്തെങ്കിലും തരത്തിൽ ആ ടേബിൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അത് റീവോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കൊടുത്ത പെർമിഷൻ ക്യാൻസൽ ചെയ്യാനാണ് റിവോക്ക് എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാൻഡിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഗ്രാൻഡ് സെലക്ട് അപ്ഡേറ്റ്, എന്താണ് ഇവിടെ കൊടുക്കുന്നത്, എന്താണ് സെലക്ട് അപ്ഡേറ്റ് ഓപ്പറേഷൻസിൻ്റെ ഒരു പെർമിഷനാണ് ഞാൻ വേറെ ആൾക്ക് കൊടുക്കുന്നത്. ഓൺ മൈ ടേബിൾ, ഞാൻ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ പേരാണ് മൈ ടേബിൾ, അതിൽ സെലക്റ്റും അപ്ഡേറ്റും ചെയ്യാനുള്ള പെർമിഷൻ ഗ്രാൻഡ് ഞാൻ കൊടുക്കുകയാണ് ടു സം യൂസർ അനദർ യൂസർ. ടു സം യൂസർ എന്ന് വെച്ചാൽ അത് ഞാൻ ആർക്ക് കൊടുക്കണു, മറ്റൊരു യൂസർക്ക് കൊടുക്കണം. അപ്പോൾ യൂസർ 1 ഞാനാണ്, യൂസർ 2 ശരത് കുമാർ ആണെങ്കിൽ ആ യൂസർ 2ന് ഞാൻ എന്ത് ചെയ്യണു, ഈ ഒരു ടേബിളിലുള്ള അപ്ഡേറ്റും സെലക്റ്റിനുള്ള പെർമിഷൻ ഞാൻ കൊടുക്കുന്നു എന്നാണ് ഈ ഒരു കൊറിയുടെ മീനിങ്. റീവോക്ക് എന്തിനാണ് യൂസ് ചെയ്യുക, ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പെർമിഷൻ തിരിച്ചെടുക്കുകയാണ് അല്ലേ. റീവോക്ക് സെലക്ട് അപ്ഡേറ്റ്,
അവിടെ നമ്മൾ ഗ്രാൻറ്റിന് പകരം ഇവിടെ റിവോക്ക് യൂസ് സെലക്ട് അപ്ഡേറ്റ് ഓൺ മൈ ടേബിൾ ഫ്രം യൂസർ 1. ഞാൻ യൂസർ 1 അത് കൊടുത്തതെങ്കിൽ അയാളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണു, അത് തിരിച്ച് ക്യാൻസൽ ചെയ്യുന്നു. ആ അപ്ഡേറ്റ് സെലക്ട് ഓപ്പറേഷൻ ഇനി ആ യൂസർ 1 എൻ്റെ ടേബിളിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് റീവോക്ക്. നാലാമത്തതാണ് TCL, ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. ഈ ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ടു മെയിനായിട്ട് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമുക്കറിയാം ഡാറ്റാബേസ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്, ട്രാൻസാക്ഷൻസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതായത് ഇപ്പോൾ നമുക്കറിയാം ബാങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ബാങ്കിനൊക്കെ ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ ബാങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു എന്താ പറയുക അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ടേബിൾ അവിടെ ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിലോട്ട് ക്യാഷ് ഇടുമ്പോൾ എന്ത് ചെയ്യും, ഒരു പുതിയ റോ അവിടെ വന്നു. ഞാനിപ്പോൾ 10,000 ഇട്ടു. അടുത്ത ആഴ്ച ഞാൻ അതിന് 5,000 വിഡ്രോ ചെയ്തു. അപ്പോൾ അപ്ഡേറ്റ് അവിടെ വന്നു അല്ലേ. അപ്പോൾ 10,000 എന്നുള്ളത് 5,000 ആയിട്ട് കുറഞ്ഞു. തന്നെ അടുത്തത് ഞാൻ ബാലൻസ് എൻക്വയറി ചെയ്തു, അടുത്ത സ്റ്റാറ്റസ് വന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇത്തരത്തിൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ നടക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുക. ഇവിടെ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ 3 ട്രാൻസാക്ഷൻ പറഞ്ഞു അല്ലേ. ഒന്ന് ഞാൻ എന്താ പറയുക അതിക്ക് 10,000 ഇട്ടു, 5,000 വിഡ്രോ ചെയ്തു, ദെൻ ബാലൻസ് എൻക്വയർ ചെയ്തു. ഇതൊക്കെ ഓരോ ട്രാൻസാക്ഷൻസ് ആണ്. ഇങ്ങനെ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് കമൻസ് ഉണ്ട്. അതാണ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജിൽ വരുന്നത്. 3 എണ്ണമാണ്: കമ്മിറ്റ്, റോൾ ബാക്ക്, സേവ് പോയിന്റ്. എന്താണ് കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ, കമ്മിറ്റ് നമ്മൾ സാധാരണ നമ്മൾ സേവ് ഇല്ലേ, നമ്മൾ സേവ് ചെയ്യൂലേ, നമ്മൾ സാധാരണ കൺട്രോൾസ് എടുത്ത് സേവ് കൊടുക്കൂലേ, ആ സേവിൻ്റെ അതേ തന്നെയാണ് കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എത്ര ട്രാൻസാക്ഷൻ ചെയ്തു അത്രയും വരെ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി, കമ്മിറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വേർ ഏജ് ഈക്വൽ ടു 25. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഏജ് 25 ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിലെ ആ റോ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയ ശേഷം ആ ഡിലീറ്റ് ആയത് നമ്മുടെ ടേബിളിൽ സേവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ കമ്മിറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് പോയി, അത് നമ്മളെ ടേബിളിൽ നിന്ന് ആ ഫുള്ള് പോയി. ആ പോയത് സേവ് ചെയ്യാൻ അത്രയും നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമൻറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത റോൾ ബാക്ക് ആണ്. റോൾ ബാക്ക് എന്ന് പറയുന്ന കമൻറ്റ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ അൺഡു എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇല്ലേ, Ctrl+X അൺഡു ഓപ്പറേഷൻ ഇല്ലേ, അതായത് നമ്മൾ മുന്നേ ചെയ്തത് നമുക്ക് വീണ്ടും അത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റോൾ ബാക്ക് കൊടുത്താൽ മതി. ആ ഒരു ട്രാൻസാക്ഷന് താഴെ റോൾ ബാക്ക് എന്ന് കൊടുക്കുകയാണെങ്കിൽ മുന്നേ കഴിഞ്ഞ ട്രാൻസാക്ഷൻ അവിടെ ആക്റ്റീവായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ, ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വേർ ഏജ് ഈക്വൽ ടു 25 റോൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ട്രാൻസാക്ഷൻ അതവിടെ കൊണ്ടുപോയിട്ട് സേവ് ആവില്ല, നമ്മുടെ ടേബിളിൽ അത് സേവ് ആവില്ല, ആ റോ അവിടെ തന്നെ ഉണ്ടാവും. അടുത്തത് സേവ് പോയിൻ്റ് ആണ്. സേവ് പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് സേവ് ചെയ്യാനാണ് നമ്മൾ കമ്മിറ്റ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞു, അപ്പോൾ അത് സേവ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് സേവ് പോയിൻ്റ് കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ഞാൻ ട്രാൻസാക്ഷൻ പറഞ്ഞു 10,000 ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സേവ് പോയിൻ്റ് ആഡ് എന്ന് കൊടുക്കാം. അടുത്തത് ഞാൻ എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു ഒരാഴ്ച കഴിയുമ്പോൾ സേവ് പോയിൻ്റ് വിഡ്രോ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യുക. അത് കുറച്ചും കൂടി അക്യുറസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സേവ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സേവ് പോയിൻ്റ് എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജിലുള്ളത്. 5ാമത്തെ കാറ്റഗറി ഓഫ് ലാംഗ്വേജ് ആണ് ഡാറ്റ ക്വറി ലാംഗ്വേജ്, അതായത് DQL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ക്വറി ലാംഗ്വേജ്. ഇതിലൊറ്റ കമൻറ്റേ വരുന്നുള്ളൂ, അതായത് സെലക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനായിരിക്കും ക്വറി, നമ്മൾ ക്വറി കൊടുക്കും, നമ്മളിപ്പോൾ എല്ലാ ഓപ്പറേഷൻസ് ചെയ്തു, നമുക്ക് ആ ഒരു ടേബിളിൻ്റെ കംപ്ലീറ്റ് നമുക്ക് കാണണം. നമ്മൾ ടേബിളിലുള്ള വാല്യൂസിന്, ഡാറ്റാബേസിലുള്ള വാല്യൂസിന് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് എന്ന് പറയുന്ന കമൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെലക്ട് കമൻറ്റ് ഉള്ളത് ഏതെല്ലാം ഡാറ്റ ക്വറി ലാംഗ്വേജിലാണുള്ളത്. ഡാറ്റാബേസിൽ നിന്നും ഡാറ്റാസിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമൻസ് ആണ് ഡാറ്റ ക്വറി ലാംഗ്വേജിലുള്ളത്. ആ കമൻറ്റാണ് സെലക്ട്. ഇപ്പോൾ സെലക്റ്റിനും കുറച്ച് സിൻടാക്സുകളുണ്ട്. ഇങ്ങനെയാണ്: സെലക്ട് എക്സ്പ്രഷൻസ് ഫ്രം ടേബിൾ നെയിം കൊടുക്കണം, വേർ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ സെലക്ട് എക്സ്പ്രഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു റോ മാത്രം വേണ്ടി വരുന്നുണ്ടാവുള്ളൂ, ഒരു കോളം മാത്രം. അങ്ങനെയാണെങ്കിൽ ആ കോളം നെയിം മാത്രം കൊടുക്കുക. ഓക്കെ, അതല്ല ഫുൾ ആ ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എക്സ്പ്രഷൻ എന്നുള്ള സ്ഥലത്ത് നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ എംപ്ലോയി ടേബിൾ മുഴുവനായിട്ട് നമുക്ക് കാണിച്ചു തരും. അതല്ല ഞാൻ സെലക്ട് നെയിം ഫ്രം എംപ്ലോയി എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ നെയിമിൻ്റെ കോളം മാത്രമേ എനിക്ക് കാണിച്ചു തരുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിളിലൂടെ കൊടുത്തിട്ടുണ്ട്: സെലക്ട് എംപ്ലോയി നെയിം ഫ്രം എംപ്ലോയി വേർ ഏജ് ഗ്രേറ്റർ ദാൻ 20. ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും, ഏജ് 20ലും കൂടുതലായിട്ടുള്ള എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ നിന്നുള്ള എംപ്ലോയീസിൻ്റെ പേരായിരിക്കും നമുക്കിതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുക. ഓക്കെ, എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ നിന്നും എംപ്ലോയി നെയിം മാത്രമായിരിക്കും കിട്ടുക. എല്ലാ എംപ്ലോയീസിൻ്റെ നെയിമും കിട്ടുമോ? ഇല്ല. ഏജ് ഗ്രേറ്റർ ദാൻ 20 ആയിട്ടുള്ള, അപ്പോൾ ഏജും ആയിട്ടൊരു ഫീൽഡായിരിക്കും. ആ ഏജ് ഗ്രേറ്റർ ദാൻ 20 ആയിട്ടുള്ള അത്രയും ഫീൽഡായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും, എംപ്ലോയി നെയിംസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5 ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ. ആ 5 ലാംഗ്വേജസിൽ നമ്മൾ പറഞ്ഞ കമൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ.
അടുത്തത് നമുക്ക് ഓപ്പറേറ്റേഴ്സും കൂടെ പറയാം. ഓപ്പറേറ്റേഴ്സ് നമ്മൾ സിയിലൊക്കെ പഠിച്ചിട്ടുള്ള അതേ ഓപ്പറേറ്റേഴ്സ് തന്നെ, അതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വെക്കുന്നില്ല, ഇപ്പോൾ തന്നെ പറയുകയാണ്. SQL നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ, ക്വറി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിന് നമുക്ക് ഓപ്പറേറ്റേഴ്സ് അത്യാവശ്യമാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന 3 ഓപ്പറേറ്റേഴ്സ് ആണ്. ഒന്ന് അരിത്മെറ്റിക് ഓപ്പറേറ്റർ, ഒന്ന് കമ്പാരിസൺ ഓപ്പറേറ്റർ, അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. മൂന്നും നമുക്ക് പരിചിതമായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അരിത്മെറ്റിക് ഓപ്പറേഷൻ ബേസിക് ആയിട്ടുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിൾ, ബി എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുകയാണെങ്കിൽ എയിൽ 20ഉം ബിയിൽ 10ഉം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കണ്ടിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് നമുക്ക് പരിചിതമാണ് അല്ലേ, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലസ്. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് A+B, A-B, A×B, A/B, A mod B. ഓക്കെ, നമുക്കറിയാമല്ലോ, ഞാൻ പറയുന്നില്ല, ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച സെയിം മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അടുത്ത കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, അതും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഒരു റിലേഷൻഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, അതായത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വാല്യൂസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇതിൽ വരുന്നതാണ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അതേപോലെ തന്നെ എന്താ പറയുക, ഗ്രേറ്റർ ദാൻ, അതേപോലെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ലെസ് ദാൻ ഓർ ഈക്വൽ, അതേപോലെ തന്നെ നോട്ട് ലെസ് ദാൻ, അങ്ങനെയുള്ള സിമ്പിൾസ്, കുറച്ച് എക്സ്ട്രാ സിമ്പിൾസ് ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും എന്താ പറയുക, റിലേഷണൽ ഓപ്പറേറ്റേഴ്സും നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, SQL യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അതേപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ആൻഡ്, ഓർ, നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ നമ്മൾ വരുമ്പോൾ ഓൾ, ആൻഡ്, എനി, ബിറ്റ്വീൻ, ഇൻ, നോട്ട്, ഓർ, എക്സിറ്റ്, ലൈക്ക്, ഇതൊക്കെയാണ് വരിക. ഓൾ എന്ന് പറയുമ്പോൾ ഇറ്റ് കമ്പയർ വാല്യൂസ് ഓഫ് ഓൾ ഇൻ അനദർ വാല്യൂ സെറ്റ്. 2 വാല്യൂ സെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള 2 വാല്യൂ സെറ്റും ഒന്നിച്ച് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സെറ്റൊക്കെ ചെയ്യണമെങ്കിൽ A യൂണിയൻ B എന്നൊക്കെ ചെയ്യൂലേ, അതേപോലെ. ഓക്കെ, 2 ടേബിൾ ഉണ്ട്, എയും ബിയും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എയിലും ബിയിലും ഉള്ള ഫുള്ളായിട്ടുള്ള കിട്ടണമെങ്കിൽ ഓൾ എന്ന് പറയുന്ന എന്താ പറയുക ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അടുത്തത് ആൻഡ് നമ്മൾ മറ്റേൽ പറഞ്ഞ പോലെ തന്നെ, അതായത് ആൻഡ് ഇവിടെ വരുന്നത് ഇൻ്റർസെക്ഷൻ എന്നുള്ളത്, രണ്ടിലും കോമൺ ആയിട്ടുള്ള എയും ബിയും എന്ന് പറയുന്ന 2 ടേബിൾ ഉണ്ടെങ്കിലും രണ്ടിലും കോമൺ ആയിട്ടുള്ളത് മാത്രം. അതേപോലെ തന്നെ എനി, അതായത് ഇപ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഓഫ് കണ്ടീഷൻ കൊടുത്തിട്ട് അതിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അത് മാത്രം. ബിറ്റ്വീൻ, നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കൊടുത്തപ്പോൾ ഏജ് ബിറ്റ്വീൻ 21 and 35, അതിന് രണ്ടിൻ്റെ ഇടയിലുള്ള ഏജ് ഉള്ള ആളുകളാണ് നമുക്ക് വേണ്ടത്, അങ്ങനെ സെറ്റ് ചെയ്യാൻ. ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇന്ന് കൊടുത്ത് ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് വാല്യൂസ് വരികയാണെങ്കിൽ അതിലുള്ള ഏതെങ്കിലും വാല്യൂസ് ആണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും. നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ നോട്ട് ഓപ്പറേറ്റർ തന്നെയാണ്, അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന വാല്യൂ അതല്ല എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ എക്സിസ്റ്റ്, ലൈക്ക്, ഇത് ഫുള്ളും നമ്മൾ യൂസ് ചെയ്തില്ല. ഇത് നമ്മൾ ബിറ്റ്വീൻ, ആൻഡ്, ഇന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇനി നമ്മളിപ്പോൾ ഓപ്പറേറ്റേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ടേബിളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മൾ എങ്ങനെയാണ് റോ ആൻഡ് കോളമായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് തന്നെ നമ്മൾ ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെപ്പിലൂടെ നമ്മൾ കടന്നു പോകും. ആദ്യം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡ്രോപ്പ് ചെയ്യണം, അതിലേതെങ്കിലും റോസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്യണം, ടേബിളിൻ്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീനെയിം ചെയ്യാം. ഇതൊക്കെ നമുക്ക് ടേബിൾ റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ടേബിൾ നെയിം, ബ്രാക്കറ്റിൽ കോളം നെയിം, ഡാറ്റ ടൈപ്പ്, കോളം 2 ഡാറ്റ ടൈപ്പ്, കോളം 3 ഡാറ്റ ടൈപ്പ്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്രിയേറ്റ് ടേബിൾ, എംപ്ലോയി എന്നാണ് ടേബിൾ നെയിം. എന്തൊക്കെയാണ് ഫീൽഡ് ഉള്ളത്, എംപ്ലോയി ID ഉണ്ട്, EMP ID, ഡാറ്റ ടൈപ്പ് എന്താണ്, ഇൻ്റ് ആണ്. ദെൻ ഇവിടെ ഞാൻ നോട്ടിനുള്ളൊന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്ര സ്പേസ് ഒന്നും ഇല്ല കേട്ടോ, ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പേസ് വന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ ഇൻഡ് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഉള്ളൂ നോട്ടിനുള്ളിന്. ഈ നോട്ടിനുള്ളിൽ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കൺസ്ട്രെയിൻസ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ എംപ്ലോയി ID ഒരിക്കലും നള്ളാവാൻ പാടില്ല, അതിലെന്തായാലും വാല്യൂ വേണം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അടുത്ത കോളാണ് EMP നെയിം. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണ്, വാർക്കാറാണ്. ദെൻ ബ്രാക്കറ്റിൽ സൈസ് 25 എന്ന് കൊടുത്തിട്ടുണ്ട്, അതും നോട്ടിനൾ. അത് കൺസ്ട്രെയിൻസ് വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും നള്ളാക്കാൻ പാടില്ല, അതാണ് അർത്ഥം. അടുത്തത് ഫോൺ നമ്പർ, അത് ഇൻഡിജിറ്റലാണ് കൊടുത്തിട്ടുള്ളത്, അതും നോട്ടിനൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അഡ്രസ്സാണ്, അത് ക്യാറിലാണ് ബ്രാക്കറ്റിൽ സൈസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത്ര ഫീൽഡാണ് വരിക. ഒന്ന് എംപ്ലോയി ID, ഒന്ന് എംപ്ലോയി നെയിം, ഒന്ന് ഫോൺ നമ്പർ, ഒന്ന് അഡ്രസ്സ്, 4 ഫീൽഡാണ് വരിക. ഇത് കൂടാതെ താഴെ പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ID എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈമറി കീ എന്ന് പറയുന്ന കൺസ്ട്രെയിനും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് അല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ്, അതായിരിക്കും ആ ടേബിളിലെ യുണീക്ക് ഐഡൻറ്റിഫയർ. ആ ഒരു ഐഡൻറ്റിഫയർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു ടേബിളിലെ ബാക്കി ഡാറ്റാസൊക്കെ നമുക്ക് കിട്ടും എന്നാണ് മീനിങ്. ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങളുടെ എന്താ പറയുക പ്രൈമറി കീ.
അതേപോലെ ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും, ഇവിടെ എംപ്ലോയി ഐ ഡി ആയിരിക്കും ഇവിടെ പ്രൈമറി കീ. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കണം. പ്രൈമറി കീ ബ്രാക്കറ്റിൽ ഐ ഡി, അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ദെൻ കോമൺ ആയിട്ടുള്ള ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 1 2 3 അത് നോക്കേണ്ടത് നിങ്ങളിപ്പോൾ ആദ്യത്തെ ആ സംഭവം ഉണ്ടല്ലോ, EMP ID, EMP നെയിം, സിറ്റി, ഫോൺ നമ്പർ, സാലറി, ഇത്രയും ഫീൽഡായിരിക്കും അതിൽ വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഇതൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്താലേ ഇവിടെ ഈ ക്രിസ്റ്റൺ, ചിക്കാഗോ, ഫോൺ നമ്പർ, സാലറി ഒക്കെ വരുള്ളൂ കേട്ടോ. നമ്മൾ എത്തിയിട്ടില്ല, ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇനി നമ്മൾ ഡ്രോപ്പ്, ഇതിപ്പോൾ ഈ ടേബിൾക്ക് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഉണ്ടല്ലോ, അതൊക്കെ വേണ്ടാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഡ്രോപ്പ് ടേബിൾ നെയിം. അപ്പോൾ ഞാൻ ഡ്രോപ്പ് ടേബിൾ എംപ്ലോയി എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡാറ്റാബേസിൽ നിന്ന് പോകും. ഇനി ഇതിലെന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ റോ മാത്രം എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ, നമ്മൾ അതെങ്ങനെ പഠിച്ചത്. അപ്പോൾ നോക്കൂ, ഡിലീറ്റ് ഫ്രം എംപ്ലോയി വേർ EMP ID = 6. അപ്പോൾ ഇവിടെ നോക്കൂ, EMP ID 6 ആയിട്ടുള്ള എംപ്ലോയി ID ഉണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ളതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക, ഈ ഒരു കൊറിയുടെ ഡിലീറ്റ് ഫ്രം എംപ്ലോയി വേർ EMP ID = 6 എന്ന് പറഞ്ഞാൽ EMP ID 6 ആയിട്ടുള്ളത് ഡിലീറ്റ് ആയി, ബാക്കി 5 റോസും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യുക. എന്താണ് ടേബിൾ, എന്താണ് കമൻസ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടേബിൾ ഒരു പിക്ചർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു ലാസ്റ്റ്. ഇപ്പോൾ മനസ്സിലായില്ല, ഈ കമൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. DDL വരുന്ന 4 കമൻസ്, DML വരുന്ന 3 കമൻസ്, DCL വരുന്ന 2 എണ്ണം, TCL വീണ്ടും 3 എണ്ണം, ദാറ്റ് ഈസ് കമ്മിറ്റ്, റോൾ ബാക്ക്, സേവ് പോയിന്റ്, DQL സെലക്ട് എന്ന് പറയുന്ന കമ്മിറ്റ്. അപ്പോൾ ഇത്രയാണ്. എല്ലാവരും നന്നായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് കുറി എഴുതി നോക്കുക കേട്ടോ. താങ്ക് യു.